ഈ കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സ്ഥിതി എന്താണ്? കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ തന്നെ പല ഇടങ്ങളിലും നാശനഷ്ടങ്ങൾ, മണ്ണിടിച്ചിൽ ഒരുപാട് മലയോര മേഖലയിലൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ കൂടി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ അറിയിപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഓർമ്മപ്പെടുത്തൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും മറ്റ് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ഫെലിക്സ്? പ്രതീക്ഷ, കണ്ണൂർ ജില്ലയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. പക്ഷേ അതിശക്തമായ മഴയില്ല, ഇടവിട്ട് ഉള്ള മഴയാണ് ലഭിക്കുന്നത്. ചില സമയങ്ങളിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശ്വാസം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതാണ്. പക്ഷേ മലയോര മേഖലയിലടക്കം മണ്ണിടിച്ചിൽ സാധ്യത മേഖലകളിലൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. ജില്ലയിലെ നഗര ഗ്രാമ മേഖലകളിലെല്ലാം തന്നെ ഇന്നലെ രാത്രി മുതൽ ഇടവിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും വലിയ ശക്തിയില്ലാത്ത മഴയാണ് എന്നതാണ് ആശ്വാസമുള്ളൊരു കാര്യം ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ മരങ്ങൾ പൊട്ടി വീണും പ്രത്യേകിച്ചും KSEB ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. പ്രത്യേകിച്ചും ഈ മരങ്ങളൊക്കെ പൊട്ടി വീണും വൈദ്യുതി ലൈൻ റോഡിലേക്കൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം KSEB നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർക്കാണ് മുന്നറിയിപ്പുള്ളത്. തീരദേശ മേഖലയിലും സമാനമായ സ്ഥിതിയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലായിടങ്ങളിലും നല്ല ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്.